വിസ്മയ, നമ്മളിപ്പോൾ ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോൾ മീശപിരി, മുണ്ടും മടക്കുത്തി, കാല് വലിച്ചിട്ടുള്ള അടിയൊക്കെ. അപ്പം വിസ്മയ വരുന്നു, അപ്പോൾ ഒരു ആക്ഷൻ മൂവി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാല് പൊക്കിയിട്ടുള്ള അടിയൊക്കെ കാണാൻ പറ്റുമോ ലാലേട്ടനെ പോലെ തന്നെ? അതെ, ഇപ്പൊ പറയാൻ പറ്റില്ല. ഉണ്ടോ, ആക്ഷൻ ഉണ്ടോ? അത് സിനിമ കണ്ടിട്ട് ലൈക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ലാലേട്ടാ എങ്ങനെയാ നമ്മുടെ അത്രയും കാല് പൊക്കുന്നില്ല, അത്രയും കാല് പൊക്കാൻ കുറച്ച് പ്രയാസമാണ്. ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞില്ലേ, ചൂട് പറഞ്ഞു. ഞാൻ വേട്ടെ, ഇത്രയും അതിലുള്ളവരൊക്കെ ഏറ്റവും വലിയ ആക്ഷൻ ഡയറക്ടേഴ്സാണ് അല്ലേ? സ്റ്റൺ സിൽവ, മറ്റേത് ഇതിൻ്റെ പേരും യാനിക് ബെൻ. ആ പേര് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം അത്യാവശ്യം ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാവും. അതിന്റെ വീട് പാവം. ലാലേട്ടനോട് ചോദിക്കാം. എന്നോട് ചോദിക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്താണ് വിസ്മയ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിലർ ഇമ്പ്രസീവ് ആണ്, ഇൻ്റർവ്യൂ കാണുമ്പോൾ ആൾ നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പം തന്നെ കാണുമ്പോൾ കുറച്ച് ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ട്. എനിക്കാ? അല്ലല്ല, വിസ്മയക്ക്. ഇത് മാറ്റാൻ, ടെൻഷൻ മാറ്റി വയ്ക്കൂ, അല്ലെങ്കിൽ ഇത് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉപദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ടെൻഷൻ ഞാൻ ഒരു തന്നെയല്ലേ മാറ്റി വയ്ക്കേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തൂക്കും അല്ലേ? സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. പക്ഷേ ഈ ഞാൻ പറയുന്ന പോലെ എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. ഇപ്പം 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ടെൻഷനില്ല. ഒരു പ്രിപ്പറേഷനാണ്, അത് അറിയാതെ സംഭവിക്കുന്നതാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ സിനിമ പോലെ അല്ല ഇപ്പം. ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെതായി നമുക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും പേരുടെ മുമ്പിലൊന്നും ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നല്ല പറയുന്നത്. സോ അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടെ ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഇവർക്ക് ആ ടോളറൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു സക്സസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെയും അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ടെൻഷനാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വരുന്ന പോലെ വരട്ടെ അല്ലേ? നമുക്കൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നു, ട്രെയിലർ കണ്ടു, ഇനി സിനിമ കാണാൻ പോവാണ്. ആ സിനിമയെ കണ്ടിട്ട് വിലയിരുത്തു. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും അല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഇരിക്കുന്ന ആളുടെ ടെൻഷനിൽ പോയിട്ടൊന്നും കുത്തി നോക്കരുത് പ്ലീസ്. നിങ്ങളുടെ ഈ ടെൻഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്. കാരണം ഈ പ്രണവ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ചേട്ടാ ഈ ഇൻ്റർവ്യൂസിനൊക്കെ കുറച്ച് ടെൻഷനാണെന്ന്. അപ്പം നമ്മളത് അങ്ങനെ അനുവദിച്ചു കൊടുത്തു. മായ സിനിമയിൽ വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നു, അയ്യോ ഇത് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, നമ്മളങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനൊക്കെ. ഇപ്പം നമ്മളെന്ന് പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും മോള് വരണ്ടെന്ന് പറഞ്ഞു. സിനിമയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത്, ഇല്ല മോളെ അതാ ഒന്ന് ജസ്റ്റ് വന്നാൽ മതി, എന്തെങ്കിലും നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് അല്ലേ, എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ പാവം വന്നിട്ട് അതിനിപ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. ഇതാണ് സത്യസന്ധമായ കാര്യം. ഓക്കെ, കണ്ടിന്യൂ. Sir, one question to you. You've always described your filmmaking process as instinctive rather than a lot of elaborate performances. But watching Vismaya during her filmmaking process, did you recognize her own style of preparation, or could you connect it with your style of just going with the flow? No, she has got a problem of the language. It's ഒരു നമ്മൾ ലാംഗ്വേജ് കമാൻഡ് എന്ന് പറയുന്ന ഭയങ്കരമാണ്. സോ ഷീ ഡസൻറ്റ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഫ്ലുവൻസി ഇല്ല. സോ നോർമലി ആക്ടേഴ്സിന് it can happen to actors when they are not very fluent with the language. They'll stick on to that line. So I should not make a mistake എന്ന് പറയും. അപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കും. എങ്ങനെയെങ്കിലും ഈ ഡയലോഗ് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത്. പക്ഷേ അതല്ല, സ്ലോലി ഇറ്റ് ഇസ് എ പ്രാക്ടീസ്. അപ്പോൾ അതിൽ ഒരു നമുക്കുള്ള ഒരു വാട്ട് ഈസ് ഇംപ്രവൈസേഷൻ, വി സേ ദാറ്റ് ഈസ് ഞാൻ ചെയ്തു എന്നല്ല. അത് നമ്മളറിയാതെ നമ്മൾ ഒരു ഇൻറ്റ്യൂട്ടീവ് മൈൻഡിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രിപ്പറേഷനാണ് അത്. സംടൈംസ് യു വിൽ ഗെറ്റ് നാച്ചുറലി, ഓർ യു ക്യാൻ കൾട്ടിവേറ്റ് ഇറ്റ്, യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. ദാറ്റ് ഈസ് ദെയർ ഇൻ്റലിജൻസ്. ബട്ട് ഐ തിങ്ക് ആസ് ഇവരൊക്കെ പറഞ്ഞ പോലെ
ഒരു ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ അവർ ഓൾറെഡി ഒരുപാട് പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് പ്ലേ പോലെ അല്ലല്ലോ സിനിമ. അപ്പം ആ ഇൻറ്റ്യൂട്ടീവ് മൈൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് വരണം. അതിന് നമ്മൾ പോയി പറഞ്ഞിട്ട് കാര്യമല്ല. ദാറ്റ് ഷീ ഹാസ് ടു ഡെവലപ്പ് ഹെർ ഓൺ ഇൻ ഹെർ ഓൺ വേ. അതൊരു ഇറ്റ്സ് എ പ്രോസസ്. അത് സ്ലോലി ഐ തിങ്ക് ഒരു കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ അസോസിയേഷൻ വാച്ചിങ് മൂവീസ് ദേ ക്യാൻ കൾട്ടിവേറ്റ് ആൻഡ് ദേ ക്യാൻ ബ്രിങ് ഔട്ട്. അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.